ഹലോ, ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഞങ്ങളിപ്പോൾ പൊന്മുടിയിലാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ അയ്യോ എവിടെ 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 സ്ഥലം എവിടെ അല്ല അവിടെ മണ്ടയ്ക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി അവിടെ നിന്ന് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി. ഇനി അടുത്ത് അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോഴത്തേനും അപ്പുറത്തൊരു നല്ല താഴ്ചയുള്ളൊരു സ്ഥലം നോക്കിയപ്പോൾ അവിടെ കുറച്ച് പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നാൽ പിന്നെ അതും കൂടി ഒന്ന് പരീക്ഷിക്കാം, ഇറങ്ങാൻ പറ്റുമെന്ന് അറിയണമല്ലോ. പക്ഷെ ഇതുവരെ നമ്മൾ കുറേ പ്രാവശ്യം വന്ന സ്ഥലമാണ് പൊന്മുടി. പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെയൊന്നും സംഭവം ഒരിടം അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു 6-7 വർഷം കഴിയും ശരിക്കും ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പോൾ ഇന്നത്തേലും ഞങ്ങൾ രണ്ടും കൂടി വന്നിട്ട് എന്തായാലും ഒരു സ്ഥലം ഞങ്ങൾ കയറിയായിരുന്നേ. അവിടെ അതിൻ്റെ മുകളിൽ കയറി. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കയറാൻ മാത്രമല്ല സംഭവമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പെട്ടെന്ന് കയറാനൊക്കെ പറ്റി. അവിടെ അങ്ങനെ 2-3 സ്ഥലം. പിന്നെ നമ്മളിനി ഒരു ഇറക്കമാണ്. അവിടെ നോക്കിയപ്പോൾ കുറേ പേര് ഇറങ്ങുന്ന കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെച്ചാൽ അവിടെയും കൂടെ ഒന്ന് ഇറങ്ങാം. നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഞങ്ങളിത് ഈ റോഡ് വഴി നടന്ന് പോവാണ്. നമ്മൾ കയറിയ സ്ഥലം അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറിയത്. അവിടെ നിന്ന് നമ്മൾ പോകാൻ പോണ സ്ഥലം ഇവിടെ ആ സ്ഥലത്ത് താഴേക്കാണ്. ഒരു നല്ല ഡാർക്ക് ഗ്രീൻ കാണുന്ന ആ ഒരു ഏരിയയിലേക്കാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കുറച്ച് പേര് ഇറങ്ങുന്ന കണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം. പക്ഷെ അവർ കയറി. അവർ കാണാൻ പറ്റുമോ എന്നറിയില്ല. കുറച്ച് ആൾക്കാർ ഈ കാണുന്നവരൊക്കെ താഴെ ഇറങ്ങിയിട്ട് കയറിയവരാണ്. അപ്പോൾ നമ്മൾ ചെന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് സംഭവം എന്നറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ റോഡ് വഴി നടന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ. എന്താണെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും പോയി നോക്കാം. ഒരു ക്യൂരിയോസിറ്റി അവിടെ എന്താണെന്ന് ഒറ്റ മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് പോയി നോക്കാം. ഇത്രയും നാൾ പൊന്മുടി വന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കുമോ? ഒരു 15 തവണക്കകത്ത് എങ്ങനെ പോലും ഞങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആരും എല്ലാവരും ഒറ്റയ്ക്ക് വന്ന് സുഖമായിട്ട് നമ്മൾ എന്നാലും ഞങ്ങൾ രണ്ടും കൂടി എന്നിട്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ നടന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഓൾമോസ്റ്റ് നമ്മൾ ഇറക്കത്തിൻ്റെ ഇറക്കത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി തപ്പട്ടെ. ഇതാണ് തോന്നുന്നു. ഇൻട്രസ്റ്റ് കുഞ്ഞു വഴിയാണ്, ഹീൽസാണ്. എന്തായാലും നമ്മളൊന്ന് നോക്കട്ടെ ഞാൻ ഇറങ്ങാൻ പറ്റും. നോക്കാം നോക്കട്ടെ. ഇറങ്ങിയിട്ട് ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വീഡിയോ എടുത്തും കൊണ്ട് അതുവഴി ഇറങ്ങായിരുന്നു ഞാൻ പറഞ്ഞപ്പോഴേ. വീഡിയോ എടുത്തും ഞാൻ കറക്റ്റ് വഴിയുണ്ടോ? വീഡിയോ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന കാര്യം പോസിബിൾ അല്ല. അപ്പം അത് താഴത്തെ എൻഡിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് മോശമാണ്. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, വഴിയുണ്ടോ എന്താണെന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഞങ്ങളിതേ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഇവിടെ ഭയങ്കരപ്പെട്ട വഴിയൊന്നുമില്ല, കുഞ്ഞു വഴി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിലെന്തായാലും ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, ഇറങ്ങി നോക്കാം. കുഞ്ഞു വഴിയാണ് സംഭവം, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ മറിഞ്ഞടിച്ച് വീഴും. അപ്പം അതുകൊണ്ട് അതാണൊരു പേടി. അവിടെ ഇവിടെ കുഴിയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മളെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് കാണിച്ചു തന്നാൽ പോരെ. ഒരു കമ്പുണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു പരിധി വരെ ഇറങ്ങി. ഇനി താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ വരെ വഴി കാണുന്നുള്ളൂ. ഇനി അപ്പുറത്തോട്ട് താഴോട്ടുണ്ട്, പക്ഷേ ക്ലിയർ അല്ല, പുല്ല് കൊണ്ട് മൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവുന്നുണ്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അതേ ബാക്ക് കാണിച്ചു തരാം കേട്ടോ. മുകൾ ഭാഗമൊന്നും കാണാൻ പോലും ഇല്ല. ഞങ്ങൾ കുറേ ഇങ്ങനെ ഇറങ്ങി, താഴോട്ട് ഇറങ്ങി. ഇനി കുറച്ച് പോർഷനുള്ളൂ. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട ഈ മരമാണ് നമ്മൾ നോക്കി വന്നത്. ആ സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഇത് ഇവിടെ വരെ ഉള്ളൂ വഴി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും അറിഞ്ഞൂടാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ ഓപ്പോസിറ്റ് പോയി നോക്കായിരുന്നു, പോകണമെന്നുണ്ട്. പക്ഷേ വഴിയില്ല, അതാണ് പ്രശ്നം. വഴി ഒട്ടുമില്ല. ഞങ്ങൾ നോക്കി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഒന്ന് നോക്കട്ടെ. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ താഴെ ഇറങ്ങി. എത്തിയാ? ഇവിടുന്ന് അങ്ങോട്ട് ഇനി വഴിയുണ്ടോ എന്തോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഈ വലയെങ്കിൽ തടങ്ങി. അപ്പുറത്ത് ഓപ്പോസിറ്റ് കുറച്ച് പേര് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നേ. അവർ അവിടെ നിന്ന് താഴെ ഏകദേശം എത്താറായി. ഞങ്ങൾ ഇവിടെ നിന്ന് താഴെ എത്താറായി. പരിചയമൊന്നുമില്ല. അവരവിടെ നിന്ന് ഇറങ്ങും, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം ഇതവിടെ ചെന്നിട്ട് കട്ടിങ് ഉണ്ടാ ഇറാൻ പറ്റുമെന്നല്ല. ഞങ്ങൾ ഇങ്ങ് താഴെ ഇറങ്ങുവാണേ. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. വഴിയുണ്ടോ ഒന്നും അറിയാൻ പാടില്ല. നോക്കട്ടെ. എടി എന്നെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പുറത്തുനിന്ന് വന്ന ഗ്യാങ്ങിനെയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് അപ്പുറത്തോ സ്ഥലത്ത് വഴി താഴേക്ക് ഇറങ്ങി വന്ന ടീമിനാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ല അവിടെ നിന്ന് വരുന്നത്. അവരെയാണ് ഞങ്ങൾ കണ്ടത്. അവരിവിടെ താഴെ വന്ന് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് താഴെ ഇറങ്ങി. നോക്കട്ടെ, എൻഡ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എൻഡിലെത്തി. ഇവിടെ ഇച്ചിരി വെള്ളം, ഇതാണ് സംഭവം. ഈ താഴത്തെ എൻഡിൽ ഇതായിരുന്നു സംഭവം. വെള്ളം എന്ന് പറയില്ല, കുറച്ച് ചെറിയൊരു അരുവി എന്ന് പറയാം. അപ്പം ഇതാണ് ഇതിൻ്റെ എൻഡ്. നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് വഴിയെ കയറി മുകളിൽ കയറാം, അല്ലെങ്കിൽ നമ്മൾ വന്ന വഴിയെ തിരിച്ചു കയറാം. നമ്മൾ ഓപ്പോസിറ്റ് വഴി കയറിയാലോ? വന്ന വഴി നമ്മൾ എന്തായാലും വന്നില്ലേ. നമുക്ക് ഇപ്പുറത്തെ വഴി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം? ഒരു മിനിറ്റ്, ഇത് പിടിച്ചതിൻ്റെ കാലിലെന്തുകൊണ്ടോ കയറിപ്പോയി. സേവ് ചെയ്തോ. ഫൈനലി അടുത്ത ടീം എവിടെ? അങ്ങനെ നമ്മളിതിൻ്റെ താഴത്തറ്റം വരെ എത്തി. ഞാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അതിനകത്തുനിന്നാണ് ഞങ്ങളിപ്പോൾ പുറത്തോട്ട് വന്നത്. വന്ന വഴിയല്ല, ഓപ്പോസിറ്റ് വഴിയെ മറ്റ് കുട്ടികൾ ഇതുവഴി ഇങ്ങോട്ട് ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അവരങ്ങോട്ട് പോയി, ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയ വ്യൂ ഇതാണേ. അടുത്തൊരു സെറ്റ് ആൾക്കാർ മുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അപ്പുറത്ത് സൈഡിലേക്ക് ഇറങ്ങി. എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു. എന്താണെന്ന് കാണണമെന്നുണ്ടായിരുന്നു. റിസ്ക് എടുത്തിട്ടാണ് വന്നത്. എന്താവെന്ന് അറിയാൻ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എന്തായാലും കണ്ടു സംഭവം.
ഇനി ഞങ്ങൾ പതിയെ ഇതിൻ്റെ മുകളിലേക്ക് കയറട്ടെ. കയറാനുള്ള സ്ഥലം കുറച്ചധികം ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം മുകളിലേക്ക് കയറണം. ഇത്രയും നമ്മൾ ദേ കാണുന്ന അവിടെ ആദ്യം കയറിയത്. ഇനി നമ്മളിത് ഇത്രയും മുകളിലേക്ക് കയറണം വിചാരിക്കുന്നത്. കുറച്ചുണ്ട് കയറാനായിട്ട്. എന്തായാലും നോക്കാം. ഓ എങ്ങനെയാണെങ്കിലും കയറാം. ഞങ്ങൾ കയറട്ടെ. അങ്ങനെ ഞങ്ങളൊരു പകുതി ദൂരമൊക്കെ കയറി. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ശരിക്കും എല്ലാത്തിൻ്റെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. അടിപൊളി. അപ്പം ഇനി കുറേ കൂടി സെൻറ്ററിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും. ഇനി ഇതൊന്നും നടക്കാണ്. പിന്നെ അവിടെ നോക്കിയാൽ മുകളിലേക്ക് കയറി. അവിടെ എത്തിയും നല്ല സ്ഥലം, നല്ല കാറ്റ്. എല്ലാം നല്ല സ്ഥലമാണ്. പക്ഷെ കുറച്ചുകൂടി ഇവിടെ നല്ല കാറ്റ്. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. ചെരുപ്പ് എക്സ്ചേഞ്ച്. അങ്ങനെ ഞങ്ങൾ പതിയെ അങ്ങോട്ട് ദേ അതാണ് റോഡ്. ദേ അത്രയും ദൂരമുണ്ട്. എത്രയും കൂടെ അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പതിയെ അങ്ങോട്ട് കയറട്ടെ. അങ്ങനെ ഞങ്ങൾ വിജയകരമായി തിരിച്ച് റോഡിൽ കയറി. അയ്യോ അവിടെ നിന്ന് ഇറങ്ങി അതിയായിരുന്നു തളർന്ന്. നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. റോഡ് വഴി നടന്ന് അങ്ങ് പോയിട്ടാണ് താഴെ ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി റോഡിലെത്തി. തളർന്ന്. പക്ഷെ എന്നാലും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിലേക്ക് ഞങ്ങൾ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അഡ്വഞ്ചർ പറ്റുന്ന രീതിക്ക്. അപ്പോൾ ഇത് അത്രയും വലിയ അഡ്വഞ്ചർ അല്ലെങ്കിലും ചെറിയ രീതിക്ക് ആണ്. പക്ഷെ ഇതെല്ലാം താഴെ അറ്റം വരെ ഇറങ്ങാൻ പറ്റി, കാണാൻ പറ്റി. അതുപോലെ തിരിച്ച് ഞങ്ങളിപ്പോൾ മുകളിൽ കയറി. അയ്യോ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇപ്പോൾ സമയം 3:15. പിന്നെ നമ്മൾ പതിയെ അങ്ങോട്ടൊന്ന് പോയിട്ട് ഇനി ഞങ്ങൾ പതിയെ തിരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ വന്ന വഴി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു. എന്തായാലും വന്നു, എല്ലായിടം കണ്ടു. ശരിക്കും ഞങ്ങളിന്ന് പൊന്മുടി വരാനുള്ള സാഹചര്യം എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. ശരിക്കും എൻ്റെ പുത്രൻ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പൊന്മുടിയിലേക്കാണ് ട്രിപ്പ് വന്നത്. അവർക്കിന്ന് പിക്നിക്കായിരുന്നു. പൊന്മുടിയാണ് അവർ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നോട്ട് ദ പോയിൻ്റ്. അപ്പോൾ അവിടെ നിന്ന് അവരിങ്ങോട്ടേക്ക് ട്രിപ്പ് വന്നു. അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടുവന്ന് അവനെ അവിടെ ആക്കിയിട്ടാണ് ഓക്കെ ഞങ്ങൾ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചത്. അതായത് അവർ രാവിലെ 8 മണിക്ക് തിരിച്ചു. ഞങ്ങളൊരു 11 മണി കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ തന്നെ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്കൊന്നും അവർ ഈ ഏരിയ കവർ ചെയ്തില്ലെന്ന് തോന്നുന്നു. പൊന്മുടി ഞങ്ങളിവിടെയൊക്കെ ഇറങ്ങി. പക്ഷെ എനിക്കൊന്നും അവരെ പാർക്കിലൊക്കെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുക. ഈ ഏരിയയിലോട്ട് അവർ വന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ച് കാണാം എന്നുള്ള രീതിക്കാണ് നമ്മൾ വന്നത്. പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കയറി ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോയെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇതുവരെ കണ്ടു. ഇനി ഇവിടെ അപ്പുറത്തൊരു പാർക്കുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പതിയെ തിരിച്ചിട്ട് ഇനി ആ പാർക്കിലോട്ടൊന്ന് പോയി നോക്കട്ടെ. അവിടെ വെച്ചെങ്കിലും കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് പതിയെ ഞങ്ങൾ ഇവിടെ തിരിക്കും. ഇതാണ് ശരിക്കുള്ള സംഭവം. അങ്ങനെയാണ് ആ ഒരു ഇതിലാണ് ഞങ്ങളിന്ന് പൊന്മുടി കാണാൻ വേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇന്ന് വരത്തില്ലായിരുന്നു. എന്തായാലും വന്നാൽ നന്നായി. ഇതൊക്കെ കണ്ടു, അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ആ പാർക്കിലോട്ടൊന്ന് പോയി നോക്കട്ടെ, അവിടെ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ തപ്പിയ ടീം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വാൻ വന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് ഇത് തന്നെയാണോ എന്നൊരു ഡൗട്ട്. അങ്ങനെ നോക്കിയപ്പോൾ അവരുടെ വണ്ടി അവരിപ്പോൾ എത്തണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ അവരെ. അപ്പോൾ ദേ അവരുടെ വാനാണ് ദേ കാണുന്നത്. ഇതാണ് അവരുടെ വാൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവരെ പോയി കണ്ടിട്ട് വരാം. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് അങ്ങനെ അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാം.
ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നത്. രണ്ടാം ക്ലാസ്സിലെ അങ്ങനെ അപ്പം നമ്മൾ വന്ന ദൗത്യം കഴിഞ്ഞ് അവരെ കണ്ടുപിടിച്ച് അപ്പം ഇനിയിപ്പോൾ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ എന്തെടുത്തിരിക്കണം, അവരിനിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. അവരിനി കുറെ കഴിഞ്ഞ് അവർ രാത്രി 7 മണിയൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ എത്തുള്ളൂ. നമുക്ക് എന്തായാലും അത് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽത്തിരിക്കണം. 6 മണിക്ക് ട്യൂഷൻ. അപ്പോൾ ഇപ്പം ഇറങ്ങിയാലേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊന്മുടിക്ക് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് അങ്ങോട്ട് പോയപ്പോഴും കണ്ടതായിരുന്നു. തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. വാങ്ങാതെ പോയി അങ്ങ് പോയി മാങ്ങയും പൈനാപ്പിളൊക്കെ ഇതൊക്കെ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അതിൽ മുളക് പൊടി ഉപ്പും കൂടി ഇട്ട സംഭവം ഇട്ടിട്ട് തരണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് നോക്കി പോയപ്പോഴേ നോക്കി വെച്ചിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിച്ചു. ശരിക്കും രണ്ടാമത്തേണ്. ആദ്യത്തെ വാങ്ങിച്ചപ്പോൾ അത്ര വലിയ ഇതില്ലായിരുന്നു. വാങ്ങിച്ചത് കൊള്ളാം, നല്ല കൊടുക്കണം. ഓരോ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് നല്ല കാറ്റും. കഴിച്ചിട്ട് താഴേക്ക് പോകും. മാങ്ങ താഴെ ഇട്ടു.